നമസ്കാരം. സുവാണിയിലേക്ക് സ്വാഗതം. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രപഞ്ചമെന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ, കോടാനുകോടി പ്രപഞ്ചങ്ങളുണ്ടെന്നാണ്. അപ്പം മനുഷ്യരുടെ ഈ ലോകവും ഈ ഭൂമിയും 9 ഗ്രഹങ്ങളും ചേരുന്ന പ്രപഞ്ചത്തിനപ്പുറം, സോളാർ സിസ്റ്റത്തിനപ്പുറം വീണ്ടും പ്രപഞ്ചങ്ങളുണ്ട്, കോടാനുകോടി പ്രപഞ്ചങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. നമ്മൾ തിരിച്ച് താഴേക്ക് വന്നാൽ ഭൂമിയിലാണല്ലോ ജീവൻ്റെ അംശമുള്ളത്. മറ്റ് ഗ്രഹങ്ങളിൽ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള അഭിപ്രായമുണ്ട്. അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കട്ടെ. ഭൂമിയിൽ കണക്കെടുത്താൽ സൂക്ഷ്മജീവികൾ മുതൽ നീലത്തിമിംഗലം വരെ, അല്ലെങ്കിൽ ഉറുമ്പ് മുതൽ ആന വരെ, സസ്യ ജന്തു ജൈവ വൈവിധ്യമാണുള്ളത്. മനുഷ്യരെ എടുത്താൽ പോലും ഐഡൻറ്റിക്കലായി ഒരുപോലിരിക്കുന്ന 2 പേർ ഇല്ല. ഇരട്ട കുഞ്ഞുങ്ങളെ എടുത്താൽ പോലും, പരിഗണിച്ചാൽ പോലും വളരെ വ്യത്യസ്തമായ തനതായിട്ടുള്ള സവിശേഷതകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടി അല്ലെങ്കിൽ സൃഷ്ടാവ് എത്ര വലിയ വ്യക്തിത്വമാണ്. അതൊരു വ്യക്തിയാവട്ടെ, ഒരു സംവിധാനമാകട്ടെ, ഒരു വ്യവസ്ഥയാകട്ടെ, ഊർജത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും മാറ്ററിൻ്റെയും ദ്രവ്യത്തിൻ്റെയൊക്കെ കൂട്ടായ്മയാകട്ടെ, എന്തോ ആയിക്കോട്ടെ, എത്ര വൈവിധ്യമുള്ളതാണ്. ഞാൻ പലപ്പോഴും കുഞ്ഞുനാളിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഉറുമ്പാണോ ആനയാണോ വലുത്? വലിപ്പം കൊണ്ട്, ആകാരം അല്ലെങ്കിൽ ആകൃതി അല്ലെങ്കിൽ കാഴ്ച കൊണ്ട് ആന തന്നെയാണ് വലിപ്പം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറുമ്പിനെ പോലെയുള്ള ജന്മങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ? ഒരു കഴിവും കൊടുത്തിട്ടില്ലേ ഉറുമ്പിന്? അവിടെ നിന്ന് അന്വേഷണം പോകുമ്പോഴാണ് വളരെ രസകരമാണ് ഈ കാര്യങ്ങൾ. എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല, മനസ്സിലാക്കലാണ്, ഒരു തിരിച്ചറിവാണ്. തൻ്റെ ശരീരഭാരത്തേക്കാൾ 8 ഇരട്ടി ആഹാരം ഓരോ പ്രാവശ്യവും എടുത്തു വച്ച്, അരിമണികൾ എടുത്തുകൊണ്ട് ഒരിടത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിവെച്ച് പിന്നെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് ഉറുമ്പ്. പലപ്പോഴും നിരനിരയായി കൂട്ടമായിട്ടാണ് അതിൻ്റെ സഞ്ചാരവും പോക്കുമൊക്കെ. അപാരമായ ഘ്രാണശക്തിയാണ്. അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ ബാക്കി എല്ലായിടവും വൃത്തിയാണ്, ഒരു കപ്പലണ്ടി ആയിരിക്കും ചിലപ്പോൾ കഴിച്ച കൂട്ടത്തിൽ, നേരത്തെ കഴിച്ച കൂട്ടത്തിലോ, അല്ലെങ്കിൽ എങ്ങനെയാലും ഒരു കപ്പലണ്ടി, അല്ലെങ്കിൽ ഒരു പീസ് ചിപ്സ്, അല്ലെങ്കിൽ മധുരമുള്ളൊരു വസ്തു, ഒരു പീസ് ചിലപ്പോൾ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മൾ ഹാളിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പീസ് ഇരിക്കും. 100 കണക്കിന് ഉറുമ്പാണ് അവിടെ വരുന്നത്. എവിടെ നിന്നാണ് ഈ മെസ്സേജ് കൊടുത്തത്? ബാക്കി പോയി വിളിച്ചുകൊണ്ട് വരുന്നതല്ലല്ലോ. എങ്ങനെയാണ് ഉറുമ്പുകൾക്ക് അത് അറിയാൻ കഴിയുന്നത്? വളരെ ഹൈജീനായി നീറ്റായി കിടക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഈ ഉറുമ്പുകൾ വരാറുണ്ട്. വരിവരിയായി ഉറുമ്പ് പോകുന്ന വരിക്കിടയിൽ നമ്മുടെ കൈ കൊണ്ടൊന്ന് ചൂടാക്കി ഒന്ന് തറയെ ഒന്ന് ഉരച്ചാൽ, അല്ലെങ്കിൽ ചുവരൊന്ന് ഉരച്ചാൽ, അവിടെ ചെറിയ ടെമ്പറേച്ചർ വ്യത്യാസം വന്നാൽ ആ ഉറുമ്പുകൾ പിന്നെ അങ്ങോട്ട് പോകില്ല, തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോൾ ഞാൻ പലപ്പോഴും സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ അടുത്ത ഉറുമ്പിനെ ഒന്ന് തട്ടിയിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ട് പോകും. വലിയ സൂചനയാണ് കൊടുക്കുന്നത്, അപകട മേഖലയാണ് മുന്നിലുള്ളത്, അങ്ങോട്ട് പോകരുതെന്ന്. അപ്പോൾ എത്രയോ ചെറിയ ജീവിയാണ്. അതിൻ്റെ കണ്ണും മൂക്കും നാക്കും വായും ഒന്നും നമുക്ക് കാണാൻ പോലും പറ്റാത്ത അത്ര ചെറിയ ജീവിയാണ്, സൂക്ഷ്മജീവിയാണ്. പക്ഷേ ആ സൂക്ഷ്മജീവിയെപ്പോലും ഈ പ്രപഞ്ചം എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തൻ്റെ മുന്നിലുള്ള കിടങ്ങുകൾ, മനുഷ്യർ നിശ്ചയിച്ചിട്ടുള്ള കിടങ്ങുകൾ ചിലപ്പോൾ ആനയ്ക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ പലപ്പോഴും കിടങ്ങളിൽ വീഴ്ത്തിയാണ് ആനയെ പിടിക്കുന്നത് തന്നെ. കമ്പിവേലികൾ ആനയ്ക്ക് അറിയാൻ കഴിയില്ല. കുതിരയ്ക്ക് കൊമ്പ് കൊടുത്തിട്ടില്ല, എന്നാൽ അതിശക്തമായ വേഗത കൊടുത്തു. ആനയ്ക്ക് കൊമ്പ് കൊടുത്തു, എന്നാൽ നല്ല തടിയും കൂടെ ഉണ്ട്. അതിനങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് കൂടിയൊന്നും ആ സ്ഥലത്തെ നശിപ്പിക്കാതെ കയറിപ്പോകാൻ കഴിയുകയില്ല. ആ സ്ഥലത്തെ അതിന് പറ്റുന്ന അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു സ്ഥലം കിട്ടിയില്ലെങ്കിൽ ആ ബാക്കി സ്ഥലത്തെ നശിപ്പിച്ചുകൊണ്ട് അതിന് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ എത്ര രസകരമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി. ഏതെടുത്ത് നോക്കൂ, അതിൻ്റേതായ ഒരു യുണീക്ക്നെസ് ഉണ്ട്, ഒരു തനത് എന്ന് പറയുന്നൊരു സവിശേഷതയുണ്ട്.
ഒന്നുകിൽ അതിൻ്റെ ക്വാളിറ്റിയിലായിരിക്കും, ക്വാണ്ടിറ്റിയിലായിരിക്കും, സൈസിലായിരിക്കും, വലിപ്പത്തിലായിരിക്കും, ആകൃതിയിലായിരിക്കും, സ്വഭാവത്തിലായിരിക്കും, മണത്തിലായിരിക്കും, രുചിയിലായിരിക്കും, എന്തിലെങ്കിലുമൊക്കെ വളരെ വലിയ വൈവിധ്യമുണ്ടായിരിക്കും. ആ വൈവിധ്യത്തിലെ ഏകത്വമാണ് പ്രകൃതി. മനുഷ്യരും അങ്ങനെ തന്നെയാണ്. എല്ലാറ്റിനും അതിൻ്റെ പ്രാധാന്യമുണ്ടായിരിക്കും. ഓരോ കാര്യങ്ങൾക്കും ഓരോ പ്രാധാന്യമുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ പ്രപഞ്ചത്തിൽ. ചെറിയ ജീവികൾ വലിയ ജീവികൾക്ക് ആഹാരമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിംസയില്ലാതെ ഭൂമിയിൽ മുമ്പോട്ട് യാത്രയില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് അഹിംസ പറയുന്നത്? അഹിംസ എന്നാൽ ഹിംസിക്കാതിരിക്കലല്ല, അർഹതയുള്ളത് മാത്രം എടുക്കുന്നതാണ്. അനർഹമായത് എടുക്കാതിരിക്കലാണ്. സത്യത്തോടു കൂടിയുള്ള എടുക്കലാണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ വച്ചിട്ടാണ് അഹിംസയെ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി വരുന്ന സകല ചരാചരങ്ങളും കുറച്ചു കാലം സൃഷ്ടിക്കപ്പെട്ട് രൂപപ്പെട്ട് കുറച്ചു കാലം നിലനിൽക്കുകയും അത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ രൂപമാറ്റം വന്ന് അടുത്ത വസ്തുക്കൾ ഉണ്ടാകുന്ന ഇങ്ങനെ ഒരു മെറ്റീരിയലാവുന്നു, റാ മെറ്റീരിയലാവുന്നു, മെറ്റീരിയലാവുന്നു, റാ മെറ്റീരിയലാവുന്നു, മെറ്റീരിയൽ റാ മെറ്റീരിയൽ കളിയാണിത്. മെറ്റീരിയൽ, മാറ്റർ, റാ മെറ്റീരിയൽ, പിന്നെ വീണ്ടും റാ മെറ്റീരിയൽ, ഇങ്ങനെ പോവും മനുഷ്യരടക്കമുള്ള എല്ലാവരും. ഈ യാത്രയിൽ, ഇങ്ങനെയുള്ള യാത്രയിൽ മനുഷ്യർക്ക് ഈ തിരിച്ചറിവുണ്ടായാൽ ഉറുമ്പുമല്ല വലുത്, ആനയുമല്ല എന്നുള്ള തിരിച്ചറിവും, ഓരോ തലത്തിലും എല്ലാവരും വലിപ്പമുള്ളവരാണ്, എല്ലാവരും എളിമയുള്ളവരുമാണ്, ഈ ആപേക്ഷിക സിദ്ധാന്തം മനസ്സിലാക്കിയാൽ, ഈ യാഥാർത്ഥ സത്യം മനസ്സിലാക്കിയാൽ മാത്സര്യത്തിൻ്റെ തോത് വ്യത്യാസമുണ്ടാവും, മാത്സര്യത്തിനൊരു സൗന്ദര്യമുണ്ടാവും. മത്സരമുണ്ടാവും, അപ്പോഴും മത്സരമുണ്ടാവും, പക്ഷെ അതിനൊരു സൗന്ദര്യമുണ്ടാവും. യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളിൽ, യുദ്ധത്തിൽ എതിരാളിയുടെ ആയുധം താഴെ വീണുപോയാൽ, വാള് താഴെ വീണുപോയാൽ, തോക്ക് താഴെ വീണുപോയാൽ, അങ്ങനെ നിരായുധയായി നിൽക്കുന്ന ആളിനെ വീഴ്ത്തരുതെന്നാണ്. ആയുധം വെച്ച് പോരാടിക്കൊണ്ട് മാത്രമേ, എതിരാളി കയ്യിലും ആയുധം വേണം, നമ്മുടെ കയ്യിലും ആയുധം വേണം. അങ്ങനെ ആയുധം വെച്ച് പോരാടി മാത്രമേ, ആ പോരാട്ടത്തിൽ മാത്രമേ എതിരാളിയെ കീഴ്പ്പെടുത്താവൂ എന്നാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും, യുദ്ധമായാലും നീതിയായാലും എല്ലാറ്റിനും ഒരു ചിട്ട, ഒരു അഹിംസ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ സകല ചരാചരങ്ങൾക്കും ഈ ഭൂമിയിൽ വരുവാനും നിൽക്കുവാനും ഉള്ള സ്പേസ് കൊടുത്തുകൊണ്ട്, ഒന്ന് മറ്റൊന്നിന് ഡിപ്പെൻഡ് ചെയ്ത്, ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയും, ഒന്ന് മറ്റൊന്നിന് ആഹാരമാവുകയും, അങ്ങനെ ഒരു ശൃംഖല തന്നെ, ജീവശൃംഖല തന്നെ രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആധുനിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഓരോ ജീവികൾക്കും അതിൻ്റേതായ സവിശേഷതകളും അതിൻ്റേതായ സൗരഭ്യവും സൗന്ദര്യവും മനോഹാരിതയും കൊടുത്തിട്ടുണ്ട്. അവ പരസ്പരം തിരിച്ചറിയുമ്പോഴാണ് ഇതാരാണ് വലിപ്പം, ആരാണ് ചെറുപ്പം, ആരാണ് ചെറുത്, ആരാണ് വലുത് എന്നൊരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതെ വരുന്നത്. അങ്ങനെ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയൂ. അതാണ് എൻ്റെ ഒരു വൈരുദ്ധ്യം. രാത്രി ഉണ്ടെങ്കിൽ മാത്രമേ പകൽ എന്ന പ്രതിഭാസത്തെ നമുക്കറിയാൻ കഴിയൂ. രാവിലെ എന്നൊരു പ്രതിഭാസം ഉണ്ടെങ്കിലേ പിന്നെ ഉച്ചയ്ക്കും രാത്രി, രണ്ട് പോരാ, രണ്ടിലധികം വേണം. ഏറ്റവും കുറഞ്ഞതാണ് 2 ഘടകങ്ങളെങ്കിലും വേണം. 2 ഭാവമുണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഉച്ച എന്ന് പറയുന്നൊരു സവിശേഷത ഇല്ലെങ്കിൽ രാവിലെ എന്ന് പറയുന്നൊരു ഒരു പ്രത്യേകതയ്ക്ക് അല്ലെങ്കിൽ സവിശേഷതയ്ക്ക് നിലനിൽപ്പില്ല. രാവിലെ വേണമെങ്കിൽ ഉച്ച വേണം, ഉച്ച വേണമെങ്കിൽ രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരം, ഇങ്ങനെ വളരെ 1, 2 അതിലധികമായ വ്യത്യസ്തമായ ഭാവങ്ങളും തലങ്ങളും ഉണ്ടെങ്കിലേ ഒന്നിനെ മനസ്സിലാക്കാൻ കഴിയൂ, അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളതിനെ മനസ്സിലാക്കാൻ കഴിയൂ, മറ്റുള്ളവയെ മനസ്സിലാക്കാൻ കഴിയൂ. രാത്രി ഉണ്ടെങ്കിലേ പകൽ മനസ്സിലാക്കാൻ കഴിയൂ, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും രാത്രിയാണ്, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും പകലാണെങ്കിൽ പിന്നെ എന്ത് സവിശേഷത? അപ്പോൾ കിഴക്കുണ്ടെങ്കിൽ പടിഞ്ഞാറുണ്ട്, വടക്കുണ്ടെങ്കിൽ തെക്കുണ്ട്, ശരിയുണ്ടെങ്കിൽ അവിടെ തെറ്റുണ്ട്. തെറ്റ് മനസ്സിലാകണമെങ്കിൽ ശരി കൂടി അവിടെ ഉണ്ടാവണം. ശരി ഏതെന്ന് അറിയണമെങ്കിൽ തെറ്റ് കൂടി ഉണ്ടാകണം.
ഇതാണ് നല്ലൊരു പ്രപഞ്ചത്തിൻ്റെ ഒരു സിദ്ധാന്തം. അപ്പോൾ മനുഷ്യർ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ, പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ വളരെ മനോഹരമായിരിക്കും. പിന്നെ അവിടെ സംഘർഷത്തിനൊന്നും വലിയ ഇടമില്ല. എല്ലാവർക്കും ആവശ്യമുള്ളത് ഈ ഭൂമിയിലുണ്ട്. ആരുടെയും അത്യാഗ്രഹത്തിനുള്ളതില്ല എന്നുള്ളതേ ഉള്ളൂ, ഗാന്ധിജിയൊക്കെ പറഞ്ഞതുപോലെ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ വസ്തുക്കളെയും, അത് ഭൂമിയിൽ വന്നിട്ടുള്ള ഏറ്റവും സൂക്ഷ്മമായ ജീവികൾ മുതൽ വളരെ ഉന്നതത്തിൽ നിൽക്കുന്ന ജീവികൾ വരെ, ജന്തുക്കൾ വരെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള തനത് സ്വഭാവ സവിശേഷതകളുമായി നിൽക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റിലാണ്, ഈ കാഴ്ചപ്പാടിലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സ്പിരിച്വൽ ആത്മീയത. ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മീയത, വാട്ട് ഈസ് ദ സ്പിരിച്വാലിറ്റി ഓഫ് ദ നേച്ചർ എന്ന് ചോദിച്ചാൽ, ഈ യൂണിവേഴ്സ് എന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിൻ്റെ ഇതിൻ്റെ പ്രകൃതിയുടെ ആത്മീയത എന്തെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇതിലാണ് പ്രകൃതി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ എല്ലാം ഒരു ചാക്രിക വ്യവസ്ഥയാണ്. കടലിലെ വെള്ളം നീരാവിയായി മേൽപോട്ട് പോയി മേഘങ്ങളാൽ തടഞ്ഞ് വർഷമേഘങ്ങൾ തന്നെ ഉടലുടഞ്ഞ് ഭൂമി തന്നെ ദാഹമൂറ്റുന്ന പുണ്യമായെത്തുന്ന മഴ, മഞ്ഞ്, അത് അതിൻ്റെ ചാക്രിക വ്യവസ്ഥ, വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും. സൂര്യൻ്റെ ചൂട് ഭൂമിയിലേക്ക് വന്ന് അത് സകല ചരാചരങ്ങൾക്കും ചൂടും പ്രകാശമൊക്കെ കൊടുത്ത് ബാക്കി വരുന്ന ചൂടും പ്രകാശവും എല്ലാം തിരിച്ച് റീറേഡിയേഷനിലൂടെ അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകും. അത് വീണ്ടും ഇവിടെ വന്ന് ഭൂമിയിലെ വന്ന് തട്ടി ഭൂമിയുടെ മുകളിൽ അല്പം ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിൽ കയറി മുകളിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും സ്ട്രാറ്റോസ്ഫിയറിൽ കയറി, മിസോസ്ഫിയറിൽ കയറി, തെർമോസ്ഫിയറിൽ കയറി, പിന്നെ അയണോസ്ഫിയറിൽ എത്തുമ്പോൾ അത് അയോണീകരിച്ച് ചൂടും പ്രകാശമൊക്കെ മറ്റൊരു രൂപത്തിലേക്ക് മാറിപ്പോകും. വീണ്ടും സൂര്യൻ്റെ ചക്രം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോളാർ സൈക്കിൾ വരും. ഭൂമിയിൽ നൈട്രജൻ്റെ ഉപയോഗവും ബന്ധപ്പെടുത്തി നൈട്രജൻ സൈക്കിളുണ്ട്. കാർബണുണ്ട്, അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, വാഹനങ്ങൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, സിമൻറ്റ് പോലുള്ള കെട്ടിട നിർമ്മാണ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന, എടുത്തു വയ്ക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന കാർബൺ, ഇതെല്ലാം സ്വാംശീകരിച്ചെടുക്കുവാൻ ഇവിടെ മണ്ണുണ്ട്, പ്രകൃതിയുണ്ട്, സസ്യജാലങ്ങളുണ്ട്. അവ സ്വാംശീകരിക്കുന്നത് വീണ്ടും പുതിയ രൂപത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചാക്രി വ്യവസ്ഥ, ഒരു കാർബൺ സൈക്കിളുണ്ട്. അപ്പോൾ നൈട്രജൻ സൈക്കിളുണ്ട്, പിന്നെ നൈട്രജൻ്റെ സൈക്കിളുണ്ട്, കാർബണിൻ്റെ ഉണ്ട്, വാട്ടറിൻ്റെ ഉണ്ട്, പിന്നെ സോളാറിൻ്റെ ഉണ്ട്, എനർജി സൈക്കിളുണ്ട്, ഊർജത്തിൻ്റെ സൈക്കിളുണ്ട്. അതുപോലെ ഒരു സൈക്കിൾ ഓഫ് ലൈഫുമുണ്ട്, ഒരു പുനർവിന്യാസമുണ്ട്, ഒരു തുടർച്ചയുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരംഭ സൈക്കിൾ, ഒരു സർക്കിൾ തുടങ്ങുന്നു, സർക്കിൾ എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. എവിടെ നിന്ന് വേണോ സർക്കിളിന് ആരംഭിക്കാം, എവിടെ വേണോ സർക്കിളിന് അവസാനിക്കുകയും ചെയ്യാം. എവിടെ നിന്ന് ആരംഭിച്ചു എന്ന് പറഞ്ഞാലും സർക്കിളിൽ കറക്റ്റാണ്, എവിടെ അവസാനിക്കുന്നു സർക്കിൾ പറഞ്ഞാലും കറക്റ്റാണ്. കാരണം അത് സർക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആരംഭ സ്ഥലവുമില്ല, അതിൻ്റെ എല്ലാ സ്ഥലവും ആരംഭ സ്ഥലമാണ്, അതിൻ്റെ എല്ലാ സ്ഥലവും അവസാന സ്ഥലവുമാണ്. അല്ലാതെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ആരംഭിച്ച് പർട്ടിക്കുലർ പോയിന്റിൽ അവസാനിക്കുന്നതല്ല സർക്കിൾ എന്ന് പറഞ്ഞാൽ. വരയ്ക്കുന്നത് ചിലപ്പോൾ നമ്മൾ പോയിന്റ് ടു പോയിന്റ് അങ്ങനെ വരും, പക്ഷേ വരച്ച് കഴിഞ്ഞാൽ, സർക്കിളാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു തുടക്ക സ്ഥലവുമില്ല, ഒരു ഒടുക്ക സ്ഥലവുമില്ല. എല്ലാ സ്ഥലവും തുടക്ക സ്ഥലമാണ്, എല്ലാ സ്ഥലവും ഒടുക്ക സ്ഥലമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും അസ്തിത്വം എന്ന് പറയുന്നത് ഈ സർക്കിളാണ്, ഇതുപോലത്തെ ചിന്തകളാണ്. അതിനൊരു തുടക്കമുണ്ടോ? ഇല്ല. ഒരു ഒടുക്കമുണ്ടോ? ഇല്ല. പിന്നെ ഉള്ളതെന്താണ്? ഒരു ചാക്രിക വ്യവസ്ഥ മാത്രമാണ്. വരുന്നു, നിൽക്കുന്നു, പോകുന്നു, വരുന്നു, നിൽക്കുന്നു, പോകുന്നു, വരുന്നു, നിൽക്കുന്നു, പോകുന്നു. ഈ ചാക്രിക വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. ആ ചാക്രിക വ്യവസ്ഥയിൽ ഓരോരുത്തർക്കും വരാനും നിൽക്കാനും പോകാനുള്ള സ്പേസ് ഇവിടെ തന്നിട്ടുണ്ട്. തൻ്റെ ഇടം കണ്ടുപിടിക്കണമെന്നാണ്, തൻ്റെ ഇടം കണ്ടുപിടിക്കണം. തൻ്റെ ഇടം കണ്ടുപിടിക്കുന്ന ആൾ തൻ്റെ അടി. സ്ത്രീലിംഗമായിട്ടാണ് പലപ്പോഴും പറയുന്നത്, പക്ഷേ പുരുഷലിംഗമായിട്ടും പ്രയോഗിക്കണം. തൻ്റെ അടി, പുരുഷനും തൻ്റെ ഇടം ഉള്ള ആൾ, അല്ലെങ്കിൽ തൻ്റെ അടി എന്ന് തന്നെ പറയണം. അപ്പോൾ തിരിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ചിന്തകളെ നമുക്ക് മറ്റൊരു തരത്തിലേക്ക് വഴിതിരിച്ചു വിടണം. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും സകല വസ്തുക്കളെയും കുറിച്ചുള്ള ചിന്തകളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയണം. അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ സ്പിരിച്വാലിറ്റി മനസ്സിലാകുന്നത്. അവിടെ ഞാൻ സൂചിപ്പിച്ച പോലെ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് പ്രപഞ്ചം.
ജന്തുവൈവിധ്യങ്ങളുടെ, സസ്യവൈവിധ്യങ്ങളുടെ, മൃഗവൈവിധ്യങ്ങളുടെ, മനുഷ്യവൈവിധ്യങ്ങളുടെ. മനുഷ്യരും എല്ലായിടത്തും ഒരുപോലെയല്ല. പൊക്കമുള്ളവർ, പൊക്കമില്ലാത്തവർ, കറുത്ത നിറമുള്ളവർ, വെളുത്ത നിറമുള്ളവർ, തലമുടിയുള്ളവർ, തലമുടിയില്ലാത്തവർ, അങ്ങനെ 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 തുടങ്ങി 100,000 കണക്കിനുള്ള വ്യത്യസ്തമായ സ്വഭാവമുള്ള, വ്യത്യസ്ത ഭാവങ്ങളുള്ള, വ്യത്യസ്ത കാഴ്ചകളുള്ള, വ്യത്യസ്ത ആകാര രീതിയുള്ള, വ്യത്യസ്ത സൗന്ദര്യമുള്ള, വ്യത്യസ്തമാണ്. ഒന്നുപോലെ മറ്റൊന്നില്ല. എങ്ങനെ സംഭവിക്കുന്നു ഇത്രയും വൈവിധ്യം? അതാണ് പ്രപഞ്ചത്തിൻ്റെ മാസ്മരികത. ഈ പ്രകൃതിയുടെ മാസ്മരികത അതാണ്, സൗന്ദര്യം അതാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഈ വലിപ്പച്ചെറുപ്പക്കുറിച്ചുള്ള ചർച്ച അസ്ഥാനത്താകും. എല്ലാ വസ്തുക്കളും, എല്ലാ ജീവജാലങ്ങളും, എല്ലാ ജന്തുക്കളും, എല്ലാ മനുഷ്യരും അവരവരുടെ ലെവലിൽ വലുത് തന്നെയാണ്. മറ്റൊന്നുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് വലിപ്പച്ചെറുപ്പത്തിൽ വ്യത്യാസമുണ്ടാകുന്നത്. അപ്പോൾ എല്ലാം അതാത് തലങ്ങൾ വലുതാണെങ്കിൽ ആരാണ് വലുത്, ആരാണ് ചെറുത് എന്നൊരു ചർച്ച അസംഭവ്യമാണ്, അല്ലെങ്കിൽ അത് അനാവശ്യമാണ്. യാതൊരു ആവശ്യവുമില്ല. നല്ല കലാകാരനാണോ, നല്ല ഡാൻസുകാരനാണോ, നല്ല പാട്ടുകാരനാണോ, നല്ല എഴുത്തുകാരനാണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ബുദ്ധിമുട്ടുള്ളതായിരിക്കും. സംവിധായകനാണോ, നിർമ്മാതാവാണോ നല്ലത്? സംവിധായകനാണോ, തിരക്കഥ എഴുതിയ ആളാണോ നല്ലത്? തിരക്കഥ എഴുതിയ ആളാണോ, കഥ എഴുതിയ ആളാണോ നല്ലത്? അതോ ഗാനം രചിച്ച ആളാണോ, ഗാനം പാടിയ ആളാണോ, സംഗീതം നൽകിയ ആളാണോ? നോക്കൂ, ഒരു ഗാനത്തിന് പോലും എത്ര പിതാക്കന്മാർ. ഒരാൾ എഴുതുന്നു, ഒരാൾ സംഗീതം കൊടുക്കുന്നു, ഒരാൾ പാടുന്നു. ചിലപ്പോൾ പലതും ഒന്നിച്ച് ചെയ്യുന്നുണ്ടാവാം. എന്നാലും എത്ര പിതാക്കന്മാരാണ്. അതെങ്ങനെ ശരിയാവും? ഈ ചർച്ചയാണ് നമ്മെ മുമ്പോട്ട് നയിക്കേണ്ടതും നമുക്കൊരു ചിന്ത പദ്ധതിയിൽ തരേണ്ടതും. അപ്പോൾ പ്രപഞ്ചത്തിലെ, ഈ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളുടെയും, ഞാൻ പറഞ്ഞ ഉറുമ്പ് മുതൽ ആന വരെയുള്ള ഓരോ വസ്തുക്കളുടെയും വലുപ്പമാവട്ടെ, ആകാരമാകട്ടെ, സ്വഭാവമാവട്ടെ, രൂപമാകട്ടെ, അത് വളരെ വ്യത്യസ്തമായെന്നും തനതാണെന്നും അതിനെ ആ നിലയിൽ നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും തിരിച്ചറിയുമ്പോഴാണ് ഈ വലിപ്പച്ചെറുപ്പത്തിൻ്റെ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടാവുന്നില്ല. അങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിപ്പമുള്ളവരായി തീർച്ചയായും മാറും.